ഉയർന്ന അഴിമതി ആരോപണത്തിൽ ചോദ്യങ്ങൾക്കിടെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നല്ലോ BJP സംസ്ഥാന അധ്യക്ഷൻ. ചോദ്യം ചോദിച്ചവർക്ക് നേരെ എന്തോ ആംഗ്യം കാണിക്കുകയൊക്കെ ചെയ്തു അല്ലേ? ഹാഷ്മി, തീർച്ചയായും. അതായത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സംസ്ഥാന സർക്കാർ നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നതൊക്കെയുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ നടത്തി. കേരളത്തിൽ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ കൂടുതൽ അതിദാരിദ്ര്യരെ അല്ലെങ്കിൽ അവർ ആ പട്ടികയിൽ നിന്ന് മോചിതരായ മറ്റ് സംസ്ഥാനങ്ങളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് ചോദ്യങ്ങളായി കർണാടകയിലെ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളോട് ക്ഷുഭിതനായാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് അതിൽ വാസ്തവമില്ല, ഈ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ആ ചോദ്യങ്ങൾ ആവർത്തിക്കവെയാണ് അദ്ദേഹം പൊടുന്നനെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ഇത്തരം മാധ്യമങ്ങളെ കൂടി ശുദ്ധീകരിക്കേണ്ട ചുമതല തനിക്ക് വന്നു ചേർന്നു. താൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാനാണ് ഇവിടേക്ക് എത്തിയത്. അതിനിടെയാണ് ദേവസ്വം ബോർഡിനെ ശുദ്ധീകരിക്കാനുള്ള ചുമതല വന്നത്. അതിനിടെ ഇന്നലെ മുതൽ മനസ്സിലായത് മാധ്യമങ്ങളെ കൂടി ശുദ്ധീകരിക്കാനുണ്ട് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കവേ, അതായത് ഇത് കേരളത്തിലെ ഒരു മാധ്യമം മാത്രമല്ല ഈ വാർത്ത നൽകിയത്, ദേശീയ മാധ്യമങ്ങളടക്കം ഈ വാർത്ത നൽകിയിട്ടുണ്ട്. അതിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ വിശദീകരണം എന്താണെന്നാണ് ചോദിച്ചത്. അതിൽ BPL വിശദീകരണം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയും കൂടുതൽ ചോദ്യങ്ങൾക്ക് മുഖം നൽകാതെ അദ്ദേഹം ഒളിച്ചോടുകയുമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ് ഈ ചോദ്യം ചോദിച്ചവർക്ക് സൂപ്പർ വട്ടാണെന്നുള്ള തരത്തിൽ അദ്ദേഹം ആംഗ്യം കാണിച്ചത്, അല്ലെങ്കിൽ അധിക്ഷേപ ആംഗ്യം കാണിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നത്. അതായത് ഇത് ആദ്യത്തെ തവണയല്ല മാധ്യമപ്രവർത്തകർക്ക് നേരെ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ തരത്തിൽ പെരുമാറുന്നത്. നേരത്തെ രൂക്ഷമായ ഭാഷയിലടക്കം അദ്ദേഹം പെരുമാറിയതും പൊട്ടിത്തെറിച്ചതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ തരത്തിൽ അധിക്ഷേപാംഗ്യം കാണിക്കുന്നു. അദ്ദേഹം വാർത്താ സമ്മേളനം നിർത്തി ഇറങ്ങിപ്പോകുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല. ഹാഷ്മി, എന്തായാലും കായിക മന്ത്രി നിന്നോട് മറുപടി പറയണേ മറ്റേ ഭാഷ വേണം എന്നൊക്കെ പറയുന്നത് പോലെ നേരത്തെയും ഈ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ കേട്ടതാണ്. ഇപ്പോ ഇങ്ങനെ കൈകൊണ്ട് എന്തൊക്കെയോ ആംഗ്യം മാധ്യമങ്ങൾക്ക് നേരെ കാണിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.